പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപകമായ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിരിക്കുന്നത് ബോച്ചെ എന്ന പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ആളുടെ വയനാട്ടിലെ 1000 ഏക്കർ ഭൂമിയെക്കുറിച്ചിട്ടാണ്. ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതൊരു വലിയ പ്രതികരണമാണ് ഉണ്ടായത്. അതായത് വയനാട്ടിൽ ഈ ബോച്ചെ എന്ന് വിളിക്കുന്ന ഇയാളുടെ ഉടമാവകാശത്തിൽ 1000 ഏക്കർ ഭൂമി ഉണ്ടെന്നും ആ 1000 ഏക്കർ ഭൂമിയിൽ അയാൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസം കേന്ദ്രം വികസിപ്പിക്കുകയാണെന്നും അത് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഒരുപാട് കോട്ടേജുകൾ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ഊഞ്ഞാൽ, റോളർ സ്കേറ്റിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ആത്യന്തികമായി താൻ ലക്ഷ്യമിടുന്നത് തൻ്റെ ഈ 1000 ഏക്കറിൽ ഒരു ദിവസം 10,000 മുതൽ 20,000 വരെ ആളുകൾ സന്ദർശിക്കുന്ന ഒരു ടൂറിസം കേന്ദ്രമാക്കി ഇതിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ ബോച്ചെ എന്ന് പറഞ്ഞ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ 1000 ഏക്കറിൽ 200 ഏക്കർ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അയാൾ സർക്കാരിന് സൗജന്യമായി നൽകും എന്നും അയാൾ പറയുന്നുണ്ട്. അയാളിപ്പോൾ പറയുന്നതല്ല, നവകേരള സദസ്സ് വയനാട്ടിൽ ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അയാൾ പറഞ്ഞതാണ്. അത് പിന്നെ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതായത് മുഖ്യമന്ത്രി വയനാട് ചെന്നപ്പോൾ മുഖ്യമന്ത്രി അന്ന് ഈ പറഞ്ഞ പോലെ പൗരപ്രമുഖരുമായിട്ടുള്ള വലിയ ചർച്ചകളൊക്കെ നടത്തുമായിരുന്നല്ലോ. അതിൽ പ്രധാനപ്പെട്ട ഒരു പൗരപ്രമുഖനായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്ന് പിന്നെ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് ഈ ബോച്ചെ എന്ന് പറഞ്ഞ ഇയാൾ ഈ 200 ഏക്കർ സ്ഥലം താൻ സൗജന്യമായി സർക്കാരിന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ പുതിയതായിട്ടുണ്ടായിരിക്കുന്ന സംഭവം എന്താ? ഈ വയനാട് ദുരന്തമുണ്ടായതിനെ തുടർന്ന് അയാൾ അവിടെ ചെല്ലുകയും യാതൊരു ഉളുപ്പും ലജ്ജയുമില്ലാതെ അവിടെ നിന്ന് ജനങ്ങളുടെ കൂട്ടത്തിലും പട്ടാളക്കാരുടെ കൂട്ടത്തിലൊക്കെ ഒന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുക, അവിടെ ചീപ്പായിട്ടുള്ള പബ്ലിക് റിലേഷൻസ് ആയിട്ട് നടത്തുക. അതിനുശേഷം അയാൾ എത്രയോ 100 കുടുംബങ്ങൾക്ക് 100 പേർക്ക് എന്തോ വീട് വെച്ച് കൊടുക്കും. തൻ്റെ ഈ 1000 ഏക്കർ സ്ഥലത്ത് അവർക്ക് 100 പേർക്ക് വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഈ യൂട്യൂബിലൂടെ അയാൾ പെയ്ഡായിട്ടുള്ള പ്രൊമോഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഞാൻ കണ്ടു, മീഡിയ വൺ എന്ന് പറഞ്ഞൊരു ചാനലിൽ അയാളോട് പ്രതികരണം ചോദിക്കുന്നു. എത്ര ലജ്ജാകരമാണ് എന്ന് ആലോചിച്ച് നോക്കി, എത്ര ലജ്ജാകരമാണ്. അയാൾ ആരാണ് യഥാർത്ഥത്തിൽ, അയാൾ ആരാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ പറയാൻ പോവുകയാണ്. ഞാൻ ഇന്നലെ ഒന്ന് പറയുകയും ചെയ്തിരുന്നു. അയാളെ ഈ മീഡിയ വൺ വിളിച്ച് പിന്നെ അയാളുടെ അടുത്ത് നിന്ന് പ്രതികരണം എടുക്കുന്നു. എനിക്കറിയില്ല ഇനിയിപ്പോൾ വല്ല പരസ്യത്തിനുള്ള തുക മീഡിയ വണ്ണിന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. സുഹൃത്തുക്കളെ, ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഇയാളുടെ ഈ 1000 ഏക്കർ ഭൂമിപുത്ര, 1000 ഏക്കർ ബോച്ചെ ഭൂമിപുത്ര എന്ന് പറഞ്ഞ ഈ സ്ഥലം തന്നെ അനധികൃതമാണെന്നും തീർത്തും അനധികൃതമാണ് അതിൻ്റെ ഉടമാവകാശമെന്നും അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ 1000 ഏക്കർ സ്ഥലത്തെ ഈ ടൂറിസം കേന്ദ്രം തീവ്ര ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്താണെന്നും ഇനി അടുത്ത മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാവാനുള്ള സാധ്യത അവിടെയാണെന്നും ഇയാൾക്കവിടെ ടൂറിസം കേന്ദ്രം നടത്താൻ ഒരു അവകാശവുമില്ല എന്നും വയനാട്ടിലെ ഏറ്റവും ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ എൻ ബാദുഷ കാര്യകാരണ സഹിതം അദ്ദേഹം വിവരിക്കുന്ന ഒരു അഭിമുഖം ഞാൻ അദ്ദേഹമായിട്ട് ഫോണിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിൽ അദ്ദേഹം നടത്തുന്നൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലെന്ന് പറയുന്നത്, അദ്ദേഹം പറയുന്നത് ഈ ബോച്ചെ എന്ന് പറഞ്ഞ ഇയാളും സർക്കാരും തമ്മിലൊരു ഗൂഢാലോചനയുണ്ട്. അതിലൊരു ഗൂഢാലോചനയുടെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഇതിൽ 200 ഏക്കർ സ്ഥലം സർക്കാരിന് സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ലീഗലൈസ്ഡ് ആവുമല്ലോ. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഇയാൾ സർക്കാരുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ബാദുഷ പറയുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനമായി ബാദുഷ വെക്കുന്ന ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വയനാടുള്ള ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഈ അടിയിലൂടെ 2000 കോടി രൂപ മുടക്കി പിണറായി സർക്കാർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തുരങ്കപാതയുണ്ടല്ലോ, അത് എത്രത്തോളം അപകടകരമാണെന്നുള്ള സംബന്ധിച്ച് ഞാൻ വീഡിയോ ചെയ്തു. ആ തുരങ്കപാത വന്ന് അവസാനിക്കുന്നത് ഈ ബോച്ചെ എന്ന് പറഞ്ഞ ഇയാൾക്കുള്ള ഈ 1000 ഏക്കർ ഈ ഭൂമിക്കും തൊട്ട് അടുത്താണ് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് എൻ ബാദുഷ ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് അതുപോലെ തന്നെ അയാൾ ബാദുഷ വേറെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും ബാദുഷയുമായിട്ടുള്ള ഫോണിൽ ഞാൻ നടത്തിയ ആ അഭിമുഖ സംഭാഷണത്തിലേക്ക് ഇനി നമുക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. ശ്രീ ബാദുഷ, ഈ വയനാട് നടന്നിട്ടുള്ള ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
വ്യാപകമായിട്ടുള്ള ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ് എനിക്കിന്ന് അങ്ങോട്ട് സംസാരിക്കാനുള്ളത്. അത് ഈ ബോബി ചെമ്മണ്ണൂർ അഥവാ ബോച്ചെ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് അവിടെ 1000 ഏക്കർ ഭൂമി ഉണ്ടെന്നും ആ ഭൂമിയിൽ ഏറ്റവും വലിയൊരു ടൂറിസം കേന്ദ്രം താൻ വികസിപ്പിക്കാൻ പോവുകയാണെന്നും അവിടെയുള്ള കോട്ടേജുകളെ കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നത് അവിടെ ദിവസം ഒരു 10,000 മുതൽ ഒരു 20,000 വരെ ആളുകൾ വരുന്ന ഒരു ടൂറിസം കേന്ദ്രമായിട്ടാണ് ഞാൻ ഇതിനെ ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ 200 ഏക്കർ സ്ഥലം അദ്ദേഹം ഒരു എയർ സ്ട്രിപ്പ്, ഒരു എയർപോർട്ട് ഉണ്ടാക്കാനായിട്ട് സർക്കാരിന് സൗജന്യമായി കൊടുക്കാൻ പോവുകയാണെന്ന് പറയുന്നു. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് അവിടെ ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ളതിൽ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ബോച്ചെ ഭൂമിപുത്ര എന്നുള്ള പേരിൽ AVT കമ്പനിയോട് നമ്മുടെ ഇപ്പോൾ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ള മുണ്ടക്കൈന്റെയും പുത്തുമലന്റെയും അടുത്ത് തന്നെ അതിനോട് ചേർന്ന് 1000 ഏക്കർ വാങ്ങിയിട്ടുള്ളത് സത്യമാണ്. അത് ഞാനതിന്റെ ആധാരം രജിസ്ട്രി ഓഫീസിൽ നിന്നും അതിന്റെ പകർപ്പ് ഞാൻ വാങ്ങി കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ വാങ്ങിയ ഭൂമിയെ സംബന്ധിച്ചും അവിടെ വരുന്ന ടൂറിസത്തെ സംബന്ധിച്ചും വലിയ ഉത്കണ്ഠകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. വയനാട് പ്രകൃതി സംരക്ഷണ സമിതി കഴിഞ്ഞ കുറെ കാലമായിട്ട് വയനാട്ടിലുള്ള ഒരുപാട് തോട്ടഭൂമികൾ, വിദേശികൾ കൈവശം വെച്ചിരുന്ന തോട്ടഭൂമികളിൽ ഉള്ള നിയമവിരുദ്ധമായിട്ടുള്ളതായ കൈമാറ്റങ്ങളെ കുറിച്ചും അത് നിയമവിരുദ്ധമായാണ് അവർ സംരക്ഷിച്ചു വരുന്നതെന്നുള്ളതായ ധാരണ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ ഒരു ചെറിയ ചരിത്രം പറയേണ്ടതുണ്ട്. അത് ഞാൻ നമ്മുടെ ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ താങ്കളോട് സംസാരിച്ചപ്പോൾ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ബ്രിട്ടീഷ് ഭരണകാലത്ത് 200 കൊല്ലം മുമ്പ് നാട്ടുരാജാക്കന്മാരുടെ കയ്യിൽ നിന്നും നമ്മുടെ വയനാട് പ്രദേശം ടിപ്പു സുൽത്താന്റെയും പഴശ്ശിരാജാവിന്റെയും പതനത്തിന് ശേഷം ബ്രിട്ടീഷുകാരുടെ കൈവശത്തിൽ വന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് കമ്പനികൾ നാട്ടുരാജാക്കന്മാരിൽ നിന്നും പാട്ടത്തിനെടുക്കുകയുണ്ടായി. അങ്ങനെ പാട്ടത്തിനെടുത്തത് മുഴുവനും ഇപ്പോൾ ഉള്ളതായ കാമൽ ഹമ്പ് പർവ്വത നിരകളിലെ ഈ പുത്തുമല, അതുപോലെ തന്നെ നമ്മുടെ മുണ്ടക്കൈ തുടങ്ങിയതായ ചേമ്പ്ര വരെയുള്ളതായ മലവാരങ്ങൾ അതിൽ പെട്ടതാണ്. അവരവിടെ തേയില കൃഷി വൻതോതിൽ ചെയ്തു. താഴെ തട്ടിൽ മുകളിൽ അവര് ഏലകൃഷിയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുള്ളതായ നിരവധി തോട്ടങ്ങൾ ഉണ്ട്. അതില് പ്രധാനമായിട്ടും ഹാരിസൺ മലയാളമുണ്ട്. ഈ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പാട്ടത്തിനെടുത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഉടമാവസ്ഥയിലേക്ക് പോയോ? ഇല്ല, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്ന ചരിത്രം. ബ്രിട്ടീഷുകാര് രാജ്യം വിട്ടതിന് ശേഷം, ബ്രിട്ടീഷുകാര് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഈ ഭൂമി ഇന്ത്യൻ കമ്പനികളുടെയോ വ്യക്തികളുടെയോ കൈകളിലേക്ക് വന്ന് ഈ ഭൂമികൾ മുഴുവൻ 1,60,000 ഏക്കർ ഭൂമി ഇങ്ങനെ വയനാട്ടിൽ മാത്രമുള്ളതായിട്ടാണ് നമ്മുടെ രാജമാണിക്യം അത് പിന്നീട് കണ്ടെത്തിയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 1,60,000 ഏക്കർ ഭൂമി. അതിൽ പെട്ട ഭൂമിയാണ് വാസ്തവത്തിൽ ഈ AVTയുടെ കൈവശത്തിലുള്ള ഭൂമി, ഹാരിസൺ മലയാളത്തിന്റെ കയ്യിലുള്ള ഭൂമി, ചേമ്പ്ര പീക്ക് മലനിരകൾ, അതേപോലെ തന്നെ ചേലോട് എസ്റ്റേറ്റ്, ഇപ്പോഴുള്ള മിഷറീസ് നടത്തുന്ന ചേലോട് എസ്റ്റേറ്റ്, വഹാബിന്റെ കയ്യിലുള്ള കുറിച്യാർമല എസ്റ്റേറ്റ്, ബ്രഹ്മഗിരി ABC പ്ലാന്റേഷനുകൾ. ഞാൻ അതിന്റെ ഓരോരുത്തരും പറഞ്ഞു, ഒരുപാട് പേര് 100ഓളം എസ്റ്റേറ്റുകൾ ഉണ്ട് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ളത്. ഈ എസ്റ്റേറ്റുകൾ ബ്രിട്ടീഷുകാർ പോയി ഇന്ത്യൻ കമ്പനികളിലേക്കോ ഇന്ത്യൻ വ്യക്തികളിലേക്കോ കയ്യിൽ വന്നതിന് ശേഷം അതിന്റെ ഭൂ ഉടമ അവകാശം ഇവർക്കില്ല എന്നുള്ള രീതിയിലുള്ളതായ വിധികളാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് കേരള സർക്കാർ ഈ കമ്പനികൾക്ക് അതിന്റെ ഉടമാവകാശം ഇല്ലാന്ന്, ഈ കമ്പനികൾക്കോ വ്യക്തികൾക്കോ, അതായത് നമ്മുടെ 1970 ലാൻഡ് റിഫോംസ് ആക്ടിന് ശേഷം അത് കേന്ദ്ര ഗവൺമെന്റോ കേരള ഗവൺമെന്റോ അധിഷ്ഠിതമായി ഉടമസ്ഥാവകാശം കൊടുത്തിട്ടില്ലാത്ത, അതായത് ലാൻഡ് ട്രിബ്യൂണൽ മുഖാന്തരവും മറ്റും കൊടുത്തിട്ടില്ലാത്ത ഭൂമി, ആ ഭൂമി
ഇവർക്ക് യാതൊരു അവകാശവുമില്ല. ബ്രിട്ടീഷുകാരുടെ കൈവശത്ത് നിന്നും കിട്ടിയിട്ടുള്ളതായ ഭൂമിയിൽ ഇവർക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ളതായ കേരള ഗവൺമെന്റിന്റെ, എനിക്ക് തോന്നുന്നു അച്യുതമേനോൻ ഗവൺമെന്റിന്റെ കാലത്താണ് അങ്ങനെ ഒരു അതായത് പിന്നെ ഈ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഈ വൻകിട തോട്ടം കമ്പനികളിലേക്ക് ഇതിന്റെ ഉടമാവകാശം കൈമാറിയത് സംബന്ധിച്ച് ഒരു തെളിവുമില്ല. അല്ല, തെളിവുകൾ പലതിനും ലണ്ടനിലൊക്കെ, പിന്നെ ഹാരിസൺ മലയാളത്തിന്റെ ഒക്കെ ലണ്ടനിലുണ്ട്. ഇത് ബ്രിട്ടീഷ് ഉടമകളിൽ ഉണ്ടായിരുന്ന ഈ തോട്ടങ്ങൾ അത് പിന്നെ ബ്രിട്ടീഷ് ഉടമയിൽ നിന്നും ഇന്ത്യക്കാരിലേക്ക്, ഇന്ത്യൻ കമ്പനികളിലേക്കോ വ്യക്തികളുടെയോ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ഭൂമികൾ അതിനുശേഷവും സർക്കാരിന് ഇവര് ലീസ് അടക്കുന്നുണ്ടാവാം. പക്ഷെ ആ ഭൂമികളിൽ ഒരിക്കലും ഇവർക്ക് അവകാശമില്ല. ഹാരിസൺ മലയാളം പോലും അവരുടെ എന്തോ ബ്രിട്ടനിൽ നിന്ന് പാട്ട അടച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, പാട്ട അടച്ചാണ്. അതൊരു ഫ്രോഡായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ള കേരള ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ സുശീല ഭട്ട് പിന്നെ ഗവൺമെന്റ് ലീഡറായപ്പോൾ അതിനു വേണ്ടി വളരെയധികം ഫൈറ്റ് നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഇത് ബാധകമാണ്. കൃത്രിമ രേഖയാണ് അവരുടെ ഉള്ളത്. അവരുടെ ഭൂമിയുടെ ഉടമാവകാശം സംബന്ധിച്ച് അവരുടെ കൃത്രിമ രേഖയാണെന്ന് കോടതികൾ വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം വരെ വന്നിട്ടുണ്ട്. അതെ, കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിവേ, ഏതായാലും 47 ശേഷം ഇത്തരത്തിലുള്ളതായ 15 ഏക്കറിലുള്ളതായ സീലിംഗിന് കൂടുതലുള്ളതായ ഇത്തരം ഭൂമികൾ നിയമാനുസൃതമായി കമ്പനികൾക്കോ വ്യക്തികൾക്കോ ഇന്ത്യ ഗവൺമെന്റോ കേരള ഗവൺമെന്റോ സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ തന്നെയാണ് വിധി, സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ അത്തരം ഭൂമികൾ മുഴുവനും ഗവൺമെന്റിന്റെ ആണെന്നും ആ ഭൂമി ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും ആ ഭൂമിയിൽ ഇവർക്ക്, ഈ ഉടമകൾക്ക് യാതൊരു കൈവശത്തിനപ്പുറമുള്ളതായ കൃഷി ചെയ്യാം, നിലവിലുള്ളതായ സ്റ്റാറ്റസ് കോ കൃഷി ചെയ്യാം, അതിലുള്ളതായ മരങ്ങൾ മുറിക്കാനോ ആ ഭൂമി പരിവർത്തനപ്പെടുത്താനോ ആ ഭൂമിയിൽ കൃഷി ഒഴിച്ചുള്ള നിലവിലുള്ള കൃഷി, ചായ ആണെങ്കിൽ ചായ, കാപ്പി ആണെങ്കിൽ കാപ്പി, ഏലമാണ് ലേലം, അതിനപ്പുറം ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ളതായ കൃത്യമായുള്ള വിധി കേരള ഹൈക്കോടതിയിൽ ഉണ്ടാവുകയും ഹൈക്കോടതിയുടെ വിധിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതി കേരള ഹൈക്കോടതിയുടെ വിധി പിന്നെ അംഗീകരിക്കുകയും ഒരു ചെറിയൊരു നിബന്ധന വെച്ചു. അതെന്താ വെച്ചാൽ ഇത്തരം ഭൂമികൾ ഏറ്റെടുക്കാൻ നിയമാനുസൃതമായി സിവിൽ കോടതിയിൽ പിന്നെ ഗവൺമെന്റ് പരാതി ബോധിപ്പിച്ച് അവിടെ നിന്നും വിധി സമ്പാദിച്ചതിന് ശേഷം ഇത് ഏറ്റെടുക്കണമെന്നും ഉള്ള വിധി വന്നതിനെ തുടർന്ന് കേരള ഗവൺമെന്റ് സ്പെഷ്യൽ റിസംപ്ഷൻ ഓഫീസറായിട്ട് നമ്മുടെ രാജമാണിക്യത്തെയും പിന്നെ നിവേദിത പി ആരിനെയും നിശ്ചയിക്കുകയും രാജമാണിക്യം വയനാട് സന്ദർശിച്ച് വയനാട് കലക്ടറിൽ നിന്നും ഇത്തരത്തിലുള്ള ഭൂമി കണ്ടെത്തണമെന്ന് പറയുകയും 100 ഏക്കറിൽ കൂടുതലായ ഭൂമികൾ കണ്ടെത്തിയതിൽ ഏറ്റവും കൂടുതൽ മുഴുവൻ ഭൂമിയും ഹാരിസൺ മലയാളത്തിന്റെ ഭൂമി, ഞാൻ നേരത്തെ പറഞ്ഞതായ നിരവധി AVT അടക്കം, അതായത് AVT ആണ് നമ്മളെ ബോബി ചെമ്മന്നൂരിന് ഈ ഭൂമി വിൽക്കുന്നത്. ആ ഭൂമികളൊക്കെ തന്നെ, അതുപോലെ തന്നെ ചേമ്പ്ര പീക്ക് ഭൂമി, ചേമ്പ്ര പീക്ക് എസ്റ്റേറ്റിന്റെ പിന്നെ പരിധിയിൽ വരുന്ന 4-5 എസ്റ്റേറ്റുകളുണ്ട്. അതിലൊന്നാണ് വാര്യാട് എസ്റ്റേറ്റ്. വാര്യാട് എസ്റ്റേറ്റ് മുട്ടിൽ മൂലം മരം മുറി നടന്ന സമയത്ത് വാര്യാട് എസ്റ്റേറ്റ് അതിലുള്ളതായ ഉണങ്ങിയ മരങ്ങൾ നീക്കാൻ വേണ്ടി ഗവൺമെന്റിന് ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ആ അപേക്ഷ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അയക്കുകയും ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇതിലുള്ളതായ ഒരവകാശവും ടൈറ്റിൽ ആൻഡ് ഡീഡ് ഇത് പിന്നെ ഈ വാര്യാട് എസ്റ്റേറ്റിന് എന്ന് പറഞ്ഞാൽ, വാര്യാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വാര്യാട് എസ്റ്റേറ്റ്, AVT തുടങ്ങിയുള്ള കമ്പനികൾക്കൊക്കെ ഇത് ബാധകമാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഇതിലൊരു അവകാശവുമില്ല, മരം അവിടെ നീക്കം ചെയ്യാനുള്ളതായ അധികാരം അവർക്കില്ല, നിലവിലുള്ള കൃഷി തുടരാമെന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഭൂമിയിൽപ്പെട്ടതാണ് ഈ AVTയുടെയും ഭൂമി. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ AVT എന്ന് പറഞ്ഞവർക്ക് പോലും ഇത് വിൽക്കാനുള്ള അവകാശ അധികാരം ഇല്ല. അവർക്ക് എന്നല്ല, മലയാളം പ്ലാന്റേഷന് പോലും ഇല്ലല്ലോ. മലയാളം പ്ലാന്റേഷൻ ഇല്ല, പിന്നെ ബ്രഹ്മഗിരി A-യും B-യും എസ്റ്റേറ്റുകൾക്ക് ഇല്ല. 1,60,60,000 ഏക്കറിൽപ്പെട്ട അത് തുണ്ടമായി 10 ഏക്കർ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും ഇതിന്റെ മുകളിൽ ഉടമസ്ഥാവകാശം ഇല്ല. അത് എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൽപ്പറ്റ ടൗണിന്റെ പിറകിലുള്ളതായ ഒരു 500 ഏക്കർ ലാൻഡ് ഉണ്ട്. ഈ ലാൻഡിലുള്ള പ്രശ്നം വന്നപ്പോഴും ഞങ്ങൾ ഈ തടസ്സവാദം ഉന്നയിക്കുകയും അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും ചെയ്തതാണ്. എനിവേ, ഈ ബോബി ചെമ്മന്നൂർ ഇങ്ങനെ ഒരു ഭൂമി വാങ്ങുകയും അവിടെ വലിയ ടൂറിസം കോംപ്ലക്സ് വരികയും ചെയ്യുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് ഞാൻ ഇതിന്റെ രേഖകളൊക്കെ
പിന്നെ ഞങ്ങൾ പിന്നെ സ്വായത്തമാക്കുകയുണ്ടായി. അതിലൊന്നാണ് പിന്നെ ഈ ബോബി ചെമ്മന്നൂർ ഇത് കൽപ്പറ്റ രജിസ്റ്റർ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്തതിന്റെ ആധാരം അത് കിട്ടാൻ വളരെ പാടുപെടേണ്ടി വന്ന് വളരെയധികം ബുദ്ധിമുട്ടി ഭീഷണിയൊക്കെ പുറപ്പെടുവിച്ചതിന് ശേഷമാണ് അവരിൽ നിന്ന് കിട്ടിയത്. എന്തിനു പറയുന്നു, അത് പിന്നെ നികുതി അടച്ച റെസീറ്റ് കുന്നത്തിടവ പഞ്ചായത്തിൽ പോയിട്ട് 3 മാസത്തിന് ശേഷമാണ് ഞാൻ കിട്ടിയത്. അതും അവിടെ പോയി സത്യാഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഭൂമി എങ്ങനെ രജിസ്റ്റർ ചെയ്തു? നിലവിലുള്ള ഉടമസ്ഥാവകാശമില്ലാത്ത ഒരു ഭൂമി സർക്കാരിന്റെ ബോബി ചെങ്ങമന്നൂർ പറയുന്നുണ്ട്, ഞാൻ അതിന് വലിയ ടാക്സ് കൊടുത്ത് വലിയ പിന്നെ രീതിയിലാണ് ഞാനത് ഏറ്റവും വലിയ ഒരു ടാക്സ് കൊടുത്തുകൊണ്ടാണ് അത് സ്വായത്തമാക്കി എന്നുള്ള ഒരു വീഡിയോ താങ്കളുടെ ഒരു വീഡിയോ തന്നെ ഞാൻ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ അയാൾ കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റ് എങ്ങനെ വാങ്ങുക? ഞങ്ങൾ അത് ചോദിച്ചുകൊണ്ട് ഈ ഭൂമി അയാളുടെല്ലാമെന്നും അവിടെ ടൂറിസം പിന്നെ വരാൻ പാടില്ല എന്നും ടൂറിസം 5% ഭൂമി ടൂറിസത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ചെലവഴിക്കാമെന്നുള്ള കേരള ഗവൺമെന്റിന്റെ ഒരു സർക്കുലർ ഉണ്ട്. ആ സർക്കുലർ ഇത്തരത്തിലുള്ള സർക്കാർ ഭൂമിക്ക് ബാധകമല്ല എന്നും അതുകൊണ്ട് അത് തടയണമെന്നും ഇദ്ദേഹത്തിന്റെ ഈ ഭൂമി തിരിച്ചു പിടിക്കണമെന്നും ഇയാളത് മാത്രമല്ല ഈ 1,60,000 വരുന്ന ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് അത് ഗവൺമെന്റ് ആവശ്യത്തിനും മറ്റും കൊടുക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി പിന്നെ ഒരു പെറ്റീഷൻ വയനാട് ജില്ലാ കലക്ട്രേറ്റിൽ കൊടുത്തിട്ട് ഇപ്പം 5 മാസമായി. ഇടയ്ക്ക് ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പോൾ എല്ലാ വിവരങ്ങളും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നടപടി ഉണ്ടാകുമെന്ന് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയ നമ്മുടെ ഡോക്ടർ രേണുരാജ് കലക്ടർ എന്നോട് പറയുകയും ചെയ്തു. പക്ഷെ അവര് പോകുന്നതിന് മുമ്പ് വല്ലതും ചെയ്തോന്ന് എനിക്കറിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഈ സ്ഥലത്തുള്ളതായ ടൂറിസം വില്ലേജുകൾ ഞാൻ പോയി നോക്കുകയുണ്ടായി. കുത്തനെയുള്ള ചെന്ന് പരിശോധിച്ചു. ചെല്ലാനൊക്കെ പിന്നെ ടൂറിസ്റ്റുകൾ എന്നുള്ള നിലക്കാണ് പോകുന്നത്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഈ ശ്വാസം മുത്തിന് അസുഖം ഉണ്ട് എന്റെ മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അടുത്ത തൊഴിലാളികൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോയിട്ടാണ് അതിന്റെ പടങ്ങളും ഫോട്ടോകളും ഒക്കെ. ആ പടങ്ങൾ വേണം ഞാനിപ്പോ നിങ്ങൾക്ക് വിട്ടുതരാൻ തയ്യാറാണ്. അത് അതിന്റെ മുകളിൽ പോയി അത് കണ്ടു എന്ന് പറഞ്ഞാൽ പുത്തുമലയ്ക്ക് തൊട്ടിപ്പറാണ്. പുത്തുമലയോട് ചേർന്നാണല്ലോ മുണ്ടക്കൈ. ആ മലയുടെ കോംപ്ലക്സിന്റെ കടും കുത്തനെയുള്ളതായ ചെരുവുകളിലാണ് ഇദ്ദേഹം ഈ തെമാടിത്തങ്ങൾ മുഴുവനും കാട്ടിക്കൂട്ടിയുള്ളത്. അവിടെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത് വരുന്നു, ടെന്റ് വരുന്നു, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം. അങ്ങനെ ഇക്കോളജിക്ക് സൗഹൃദമായിട്ടുള്ളതായ ഒരു ടൂറിസം ലോകത്തിൽ എവിടെയും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഒരു ദിവസം 10,000 പോയിട്ട് 1000 ആൾക്കാരെ പോലും ഉൾക്കൊള്ളാനുള്ളതായ ക്യാരിങ് കപ്പാസിറ്റി ആ റോഡിനില്ല. ഇപ്പം കേരള ഗവൺമെന്റ് കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്ന തുരങ്കം അത് ഈ ബോച്ചയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണോ എന്നും കൂടി ഞാൻ സംശയിക്കുന്നു. കാരണം ഈ ബോച്ചയുടെ ഭൂമിപുത്രയുടെ ലാൻഡിലേക്കാണ്, അതിന്റെ മുഖത്തേക്കാണ് ഈ പിന്നെ ടണല് വന്ന് കയറുന്നത്. മറ്റൊന്ന്, അദ്ദേഹം അതിൽ വലിയ രീതിയിലുള്ളതായ ഒരുപാട് സംരംഭങ്ങൾ, ഏറ്റവും വലിയ ലജ്ജാകരമായ നമ്മളൊക്കെ ലജ്ജിപ്പിക്കേണ്ട സംഭവം നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ കേരള യാത്ര ഉണ്ടായിരുന്നു. ആ യാത്ര വയനാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ രാവിലെ പിന്നെ പ്രാതലിന് ക്ഷണിക്കുന്ന കുറെ വമ്പന്മാരായ കുറെ ആൾക്കാരുണ്ടല്ലോ. അതിലേറ്റവും വമ്പൻ നമ്മുടെ ഈ ബോബി ചെമ്മന്നൂരായിരുന്നു. പ്രസംഗിക്കുന്നതിന്റെ അതെ, അദ്ദേഹം അതിൽ വെച്ച് പ്രസംഗിച്ചു. സർക്കാരിന് എയർ സ്ട്രിപ്പ് ആയിട്ട് കൊടുക്കാമെന്ന് പറയുന്നത് ഇത് നിയമപരമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണെന്നും പരാതിയുണ്ട്. പരാതിയല്ല, ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് അർഹതപ്പെട്ടത് എന്ന് സുപ്രീം കോടതി വരെ വിധി കൽപ്പിച്ച, സർക്കാർ ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവശ്യപ്പെട്ട ഒരു ഭൂമി നിയമവിരുദ്ധമായി വാങ്ങിയ ഈ ഭൂമിപുത്ര, അതിൽ നിന്നും 200 ഏക്കർ ഞാൻ താങ്കളിൽ നിന്നും ലക്ഷക്കണക്കിന് റുപ്യ കവർന്നെടുത്തതിന് ശേഷം വണ്ടിക്കൂലിക്കുന്ന ഒരു 100 റുപ്യ കയ്യിൽ വെച്ചോ എന്ന് പറയുന്നത് പോലെ അസംബന്ധവും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്തു ആ സദസ്സിൽ വെച്ചിട്ട്. അതാണ് അവിടെ ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ളതായ സംഭവങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലത്താണ് ഇയാളുടെ ഈ സ്ഥലം. ഏറ്റവും കൂടുതൽ, അതായത് ഈ മലനിരകൾ, അതായത് ഈ നമ്മുടെ ഈ ക്യാമൽ ഹംപ് പർവ്വതനിരയുടെ തെക്കേ എഡ്ജിലാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളതായ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളതായ സ്ഥലം. ഇപ്പം നടന്നിട്ടുള്ളത് മുണ്ടക്കൈ. അതിന്റെ തൊട്ട് 1.5 കിലോമീറ്റർ ഇപ്പറാണ്
നമ്മുടെ പിന്നെ ഈ പുത്തുമല, അവിടെ ആ പുത്തുമലയിൽ നിന്നും തുടങ്ങുകയാണ് ബോച്ചയുടെ. മേപ്പാടിയിൽ നിന്നും പുത്തുമലയിലേക്ക് പോകുന്ന റോഡിന്റെ അടുത്തു വലത്തും ഉള്ളതായ ഏതാണ്ട് 50 ഡിഗ്രി വരെ ചെരിച്ചു നിൽക്കുന്ന പ്രദേശങ്ങളിലാണ് ഇയാൾ ടെന്റ് കെട്ടി വലിയ ഊഞ്ഞാലുണ്ടാക്കുന്നു എന്ന് പറയുന്നത്. എന്താ ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. ഇയാൾ ആളുകൾ ഒരു ദിവസം വരത്തക്ക വിധത്തിലുള്ള സംവിധാനമാണെന്നാണ് അയാൾ പറയുന്നത്. അതെ, അത് വയനാട്ടിലെ ശവപ്പെട്ടിയിലിന്റെ മുകളിൽ അടിക്കുന്ന അവസാനത്തെ ആണി തന്നെ ആയിരിക്കും. അത് വയനാട്ടുകാർക്ക് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞാൻ ജില്ലാ കളക്ടർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതായ പരാതിയുടെ പേരിൽ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ, അവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസ് തടയുന്നില്ലെങ്കിൽ, ആ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അതടക്കമുള്ള 1,60,60,000 ഏക്കർ ഭൂമി ത്വരിതഗതിയിൽ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾക്ക്, അത് വയനാടിന്റെ ഡിസാസ്റ്ററിന്റെ വലിയൊരു കാരണമാണ്. വയനാട്ടിൽ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ ആ മലയുടെ ചെരുവുകളിലായിരിക്കും, ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടികളിലേക്ക് വയനാട് പ്രകൃതി സംരക്ഷണ സമിതി പോകും. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ.